നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിലെ ചില സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിൽ സമ്മർദ്ദവും ടെൻഷനും ഒക്കെ നിറഞ്ഞ സാഹചര്യങ്ങളിൽ ചില വാചകങ്ങൾ നമുക്ക് ആശ്വാസമായി തോന്നാറുണ്ട്. നമ്മുടെ ടെൻഷൻസ് ഇല്ലാതാക്കാറുണ്ട്. നമുക്ക് ചില തിരിച്ചറിവുകൾ നൽകി നമ്മെ കൂളാക്കി മാറ്റും. അങ്ങനെ സഹായകരമാകുന്നൊരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. വി കനോട്ട് ഓൾവേസ് കൺട്രോൾ വാട്ട് ഗോസ് ഓൺ ഔട്ട്സൈഡ്, ബട്ട് വി ക്യാൻ ഓൾവേസ് കൺട്രോൾ വാട്ട് ഗോസ് ഓൺ ഇൻസൈഡ്. പുറത്തു നടക്കുന്ന സംഭവങ്ങളോ മറ്റു മനുഷ്യരെയോ ഈ ലോകത്തെയോ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല. എന്നാൽ നമ്മുടെ ഏറ്റവും പവർഫുൾ ടൂളായ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ മനസ്സിലേക്ക് എന്ത് അക്സെപ്റ്റ് ചെയ്യണം, എന്ത് റിജക്റ്റ് ചെയ്യണം എന്ന് നാം തീരുമാനിക്കണം. പഠിക്കാനും ചെയ്തു തീർക്കാനും ധാരാളം കാര്യങ്ങൾ ഒരു വശത്തും സ്മാർട്ട് ഫോണിലൂടെ ഒരു ലോകം മറുവശത്തും ഇരിക്കുമ്പോൾ അവിടെയും സമ്മർദ്ദമുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റായ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ട കാര്യം മാത്രം ചൂസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നിങ്ങളെ മനസ്സിലാക്കാത്തവർക്ക് മുൻപിൽ പ്രൂവ് ചെയ്യാൻ നിൽക്കാതെ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൽ ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ സൃഷ്ടിക്കാനാകും. ഇനി എന്താണ് സംഭവിക്കുക എന്നാലോചിച്ച് ഒരിക്കലും ടെൻഷനാകരുത്. ചെയ്യാനുള്ളവ കൃത്യമായി ചെയ്യുക. അതനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അവിടെ ഒരു സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷവും സമാധാനവും കൊണ്ടുവരേണ്ടത് നിങ്ങൾ തന്നെയാണ്. അനാവശ്യ ചിന്തകൾക്ക് മനസ്സിലിടം കൊടുക്കരുത്. അങ്ങനെയൊരു ചിന്ത വന്നാൽ അതിനെ ഒരു പോസിറ്റീവ് ചിന്ത കൊണ്ട് മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളെ വിഷമിപ്പിച്ച ഒരു സന്ദർഭം മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിലേക്കോ പുസ്തകത്തിലേക്കോ മുഴുകുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവുക. ഇത് സ്ട്രെസ് റിലീഫിന് വളരെ യൂസ്ഫുൾ ആണ്. നെഗറ്റീവ് തോട്ടിനെ പോസിറ്റീവ് തോട്ട് കൊണ്ട് ഓവർകം ചെയ്യുക. ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ആ ഒറ്റപ്പെടലിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വളർച്ചയ്ക്കായുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. പുതിയ കോഴ്സ്, ജോലി, ബിസിനസ് എന്തുമാകാം. പ്ലാൻ വെൽ. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിലും ഒരു 5 മിനിറ്റ് എല്ലാത്തിൽ നിന്നും വിട്ടുനിന്ന് സ്വന്തം ബ്രീതിങ് മാത്രം ശ്രദ്ധിച്ച് റിലാക്സ്ഡ് ആയിരിക്കുക. അത് കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആകും. ഇനി സ്ട്രെസ് മാനേജ്മെൻറ്റിന് വളരെ ഹെൽപ്ഫുൾ ആകുന്ന 4A ഫോമുല കൂടി നോക്കാം. ഇത് മാത്രമായൊരു വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. 4A ഫോമുലയിൽ ഉൾപ്പെടുന്നത് അവോയ്ഡ്, ഓൾട്ടർ, അക്സെപ്റ്റ്, അഡാപ്റ്റ്. ഫസ്റ്റ് വൺ, അവോയ്ഡ്. അനാവശ്യമായി നിങ്ങളെ സ്ട്രെസ് കൊണ്ടുവരുന്ന ട്രിഗേഴ്സ് ഒഴിവാക്കുക. ചില സാഹചര്യങ്ങളിൽ നിന്നോ ആളുകളിൽ നിന്നോ സ്വയം അകലം പാലിക്കേണ്ടി വന്നേക്കാം. അവ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അകലം പാലിക്കുക. സെക്കൻഡ് വൺ, ഓൾട്ടർ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, കൊളീഗ്സ് തുടങ്ങി സ്ഥിരം ഇടപഴകുന്നവരിൽ നിന്നാണ് സ്ട്രെസ് ഉണ്ടാകുന്നതെങ്കിൽ അവരുമായി നിങ്ങളുടെ പ്രോബ്ലംസ് തുറന്ന് സംസാരിക്കുക. അത് നിങ്ങൾക്ക് സൊല്യൂഷൻ നൽകും. തേർഡ് വൺ, അക്സെപ്റ്റ്. ചില നഷ്ടങ്ങൾ, അപ്രതീക്ഷിത സംഭവങ്ങൾ ഇവയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. കുറച്ച് സമയമെടുത്താണെങ്കിലും അവ നാം അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഫോർത്ത് വൺ, അഡാപ്റ്റ്. ഇവിടെയാണ് മെഡിറ്റേഷൻ, റിലാക്സേഷൻ ടെക്നിക്സ് ഇവ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോബികളിൽ ഏർപ്പെടുക. മറ്റുള്ളവരുടെ സഹായവും സപ്പോർട്ടും ഒക്കെ വേണ്ട സമയത്ത് മടി കാണിക്കാതെ ചോദിക്കുക, സ്വീകരിക്കുക. മനസ്സെപ്പോഴും പോസിറ്റീവാക്കി വെക്കുക എന്നത് ഒരു പ്രധാന കാര്യമാണ്. ഈ പറഞ്ഞവയിൽ ഏതെങ്കിലുമൊക്കെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ എത്ര വലിയ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസും നന്നായി ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഓവർ ടെൻഷൻ, സ്ട്രെസ് ഇവ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു പ്രയോജനവുമില്ല. എന്തിനാണ് ഈ ടെൻഷൻ? നന്നായി ചിന്തിച്ചു മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുന്നവർക്ക്, ചെയ്യേണ്ടവ കൃത്യമായി ചെയ്തു തീർക്കുന്നവർക്ക്, തെറ്റുകൾ തിരുത്താൻ തയ്യാറായവർക്ക്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് അധികം ടെൻഷൻസ് ഉണ്ടാകാറില്ല. ബി പോസിറ്റീവ് ഓൾവേസ്, ബി ഹാപ്പി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ. താങ്ക് യു.